City Talks with RJ Matai. വീണ്ടും സ്വാഗതം. സിറ്റി ടോക്സിന്റെ അതിഥി ടേബിളിൽ പ്രൊഫഷണൽ നാടകരംഗത്തെ വിശേഷങ്ങൾ തുടരുമ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, മലയാള സിനിമയിലെ പപ്പു, മാള, ജഗതി ഇവരെല്ലാം നാടക പാരമ്പര്യമുള്ളവരും നാടകത്തിലൂടെ സിനിമയിലേക്ക് എത്തിയവരുമാണ്. മറ്റൊരാളുടെ ഇപ്പം മാളച്ചേട്ടൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമാണ്. പക്ഷേ ഇതൊന്നും അല്ല കുതിരവട്ടം പപ്പുവിൻ്റെ അല്ലേ. അപ്പോൾ അവരുമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ലാംഗ്വേജുകൾ തമ്മിൽ ഇപ്പോൾ താങ്കളൊരു പക്ക ചങ്ങനാശ്ശേരിക്കാരി, നമ്മൾ ഈ പറയുന്ന പോലെ പച്ച മലയാളം പറയുന്ന ആളുകൾ, അച്ചടി ഭാഷ അത് അവർ പറയും, പെരുമ്പാവൂരുകാർ പറയും അച്ചടി ഭാഷ. ഞാൻ പറയും വേണേ പഠിച്ചോളാൻ പറയും. പിന്നെ അന്ന് സിനിമയിൽ കത്തി നിൽക്കുന്നതാണ് ആളാണ് നെല്ലിക്കോട് ഭാസ്കരൻ. ഭാസ്കരേട്ടനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മുമ്പാണ് കുട്ടിയാടത്തി വിലാസം ചേച്ചി അഭിനയിച്ചത്. പിന്നെ എനിക്ക് ഞാൻ പോരുന്ന ആ വർഷം വന്നയാളാണ് നമ്മുടെ ബാബു നമ്പൂതിരി. അതിൽ അഭിനയിച്ച ഒരുപാട് പേര് പിന്നെ സിനിമയിലായി. പിന്നെ ഒരു MS നമ്പൂതിരി ഉണ്ടായിരുന്നു, നമ്മുടെ കാട്ടുതുളസിയിലൊക്കെ അഭിനയിച്ച മുത്തച്ഛൻ. ഞങ്ങൾ ഒത്തിരി പടത്തിൽ അഭിനയിച്ചേ. അവരൊക്കെ പോയി, മൺമറഞ്ഞു പോയി. ഈ പപ്പു ചേട്ടനായിട്ട് എങ്ങനെയാണ് നാളെ സ്റ്റേജിൽ വരുമ്പോൾ? ഭയങ്കര, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഞങ്ങളെ 3 എണ്ണത്തിനെ പരിചയപ്പെടുത്താൻ വരുമ്പോൾ ഹാളും മൊത്തം കയ്യടിയ. ഭയങ്കര രസമായിരുന്നു. കോമഡിയൊക്കെ അന്ന് പപ്പുവേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ആവറേജാ പറഞ്ഞു കൊടുക്കുന്നത്. കോമഡി മൊത്തം പറഞ്ഞ് ഇവർക്ക് 2 പേർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഞാനതാ വേറൊരു രസം. ഞങ്ങൾ 3 കൂടെ ഇരുന്നാണ് പോർഷം പഠിക്കുന്നത്. അപ്പോൾ അത് ഈ പപ്പുവേട്ട അങ്ങനെ പപ്പുവേട്ടെ. അന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന ആര് പറഞ്ഞാലും അന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം വേഷം അതേസമയത്ത് ഇന്നുള്ളവർ പറയുന്നത് ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനല്ലേ എന്നുള്ളൊരു ഈഗോ വിഷയങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ താങ്കൾ ഈ വേൾഡ് ടൂർ, അല്ലെങ്കിൽ വേൾഡ് ടൂർ എന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ ഈ ഇന്ത്യ മുഴുവനൊക്കെ കറങ്ങുന്ന സമയത്തും ഇങ്ങനെയൊക്കെ വിടുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ചിന്തിച്ചിട്ടില്ലേ ഈ ഒരു പെൺകുട്ടിയാ അവിടെ കൂടെ ആരെങ്കിലും പോകണ്ടേ? അന്നും വീട്ടുകാർക്ക് ഭയം പേടിയൊക്കെ ഉണ്ടായിരുന്നോ? വീട്ടുകാർക്ക് ഭയം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അച്ചാച്ചന് കലയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു കാരണം നമ്മുടെ സിനിമാ നടൻ ജോസ് പ്രകാശ്, പ്രേംപ്രകാശ് ഇവരുടെയൊക്കെ അപ്പൻ്റെ ജ്യേഷ്ഠനായ എൻ്റെ അമ്മായിയെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ കാലത്ത് ബേബിച്ചായൻ ഞങ്ങൾ വിളിക്കുന്ന പ്രേംപ്രകാശ്, കറിയാച്ചായനും. അപ്പം ആ സിനിമകളൊക്കെ കണ്ട് എൻ്റെ അപ്പൻ്റെ കല അങ്ങ് വർദ്ധിച്ചു. അങ്ങനെ എന്നെ 7ാം വയസ്സിൽ ശരിക്കും ഇരുത്തി സംഗീതത്തിൽ. വീട്ടിൽ ഭയങ്കര പ്രശ്നം. അന്ന് കത്തോലിക്ക സഭയെന്ന് ഒരു കലാകാരി എടുത്തോ അമ്മച്ചിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ പ്രശ്നം. അമ്മച്ചി ഓർത്തഡോക്സുകാരിയാണ്, കറക്റ്റ് ഓർത്തഡോക്സി. അപ്പം അമ്മച്ചിക്ക് ഭയങ്കര വിഷം. പക്ഷേ എനിക്ക് സ്കൂളിലെ വടക്കത്തെ സ്കൂളിലാണ് ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പം ഈ സ്കൂളിൽ എനിക്ക് ഭയങ്കര ഞാനൊരു കല്യാണ വീട്ടിൽ പാടാൻ പോയതാണ്. എന്നെ പഠിപ്പിക്കുന്ന അന്ന് ഭാഗവതറി അങ്ങനെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ പോയി അവിടെ വെച്ച് കണ്ടു ഈ ടീച്ചറെ. അങ്ങനെ ആ ടീച്ചറാണ് എന്നെ കലാരംഗത്തേക്ക് ശരിക്കും പറഞ്ഞ ഈ 7ാം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് വരെയുള്ള പ്രോത്സാഹനം തന്നു. അപ്പം അറിവൊന്നും ഇല്ലല്ലോ ഇത് കല്യാണ വീടുകളിലൊക്കെ പാടാൻ പോകുക എന്ന് പറഞ്ഞാൽ. അന്ന് കൊച്ചല്ലേ, നമ്മളങ്ങ് കയറും, അത്രയേ ഉള്ളൂ, നിൽക്കും, പാടും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പാട്ടൊക്കെ അങ്ങ് മുടങ്ങിപ്പോയി. അമ്മച്ചി സമ്മതിക്കത്തില്ല, ഇവിടെ കല വേണ്ട, ഇവിടെ അങ്ങനെ ഒരു സംഭവം വേണ്ട. ഇതുപോലെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിട്ട് അതിനെയൊക്കെ തരണം ചെയ്തു വന്നവരാണ്. വേദിയിലും സദസ്സിലും ഒക്കെ നമ്മളെ ചിരിപ്പിച്ചവരും കരയിപ്പിച്ചവരും ഒക്കെ. നാടക പാരമ്പര്യത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയാണ്.